അപ്പോൾ 2026 വരവേൽക്കാനുള്ള നിമിഷങ്ങൾ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഓരോ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ, ആഘോഷ കാഴ്ചകൾ, ആളുകൾ പാട്ടുപാടി നൃത്തം ചുറ്റി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് രസകരമായിട്ട് അങ്ങനെ 2026 വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ വീടുകളിൽ ഇരുന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് 2026 വരവേൽക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുക, ആളുകളൊക്കെ കാണാം, അല്ലെങ്കിൽ TV കണ്ട് നമ്മളിലൂടെ ഇങ്ങനെ കൂടുതൽ കാഴ്ചകളൊക്കെ ആസ്വദിക്കും. അപ്പോൾ നമുക്കിനി ദുബായിലെ അതിമനോഹരമായ കാഴ്ചകൾ, ദുബായിൽ അവിടെ ബുർജ് ഖലീഫയിലൊക്കെ വളരെ ഗംഭീരമായ പ്രകാശ രൂപങ്ങളൊക്കെ തീർത്തുകൊണ്ടാണ് 2026 വരവേറ്റുകൊണ്ടിരിക്കുന്നത്. കുതിരകളുമായിട്ടുള്ള ഘോഷയാത്രയൊക്കെ നടക്കുന്നു. കാഴ്ചകളിലേക്ക് ആഡംബര കാറുകളും ഇപ്പോൾ ആ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. സുരേഷ് വെള്ളിമിറ്റോട്. സുരേഷ്, ഇത് ഏത് പാതയിലാണ് ഈ ഗംഭീരമായ ആഘോഷം? എന്തൊക്കെയാണ് ദുബായ് മൊത്തം ആഘോഷമാണ് എങ്കിലും എങ്കിൽ പോലും യുഎഇയിൽ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് യുഎഇയിലെ റാസൽ ഖൈമയിലെ അൽമാർജാൻ ദ്വീപിലാണ്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. വൈകുന്നേരം 4 മണിയോട് പാർട്ടി മറ്റ് ആഘോഷങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. യുഎഇയെ സംബന്ധിച്ചിടത്തോളം നിരവധി ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇത്തവണ ഈ പുതുവർഷത്തിൽ നടക്കുന്നത്. അബുദാബിയിൽ ഏറ്റവും കൂടുതൽ സമയം നീണ്ട വെടിക്കെട്ടിനുള്ള ഒരു ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. 62 മിനിറ്റ് നീണ്ട വെടിക്കെട്ടാണ് അബുദാബിയിൽ നടക്കുക. റാസൽ ഖൈമയിൽ ഏറ്റവും നീളത്തിലുള്ള വെടിക്കെട്ടിനുള്ള റെക്കോർഡ് ശ്രമം ഏതാണ്ട് 6 കിലോമീറ്റർ. റാസൽ ഖൈമയിലെ ഈ അൽമർജാൻ നിന്നും തുടങ്ങിയിട്ട് ഏതാണ്ട് 6 കിലോമീറ്ററോളമാണ് ഈ തീരപ്രദേശത്ത് വെടിക്കെട്ടുണ്ടാക്കുക. ഇങ്ങനെ ഏറ്റവും സമയമുള്ള വെടിക്കെട്ട്, ഏറ്റവും നീളത്തിലുള്ള വെടിക്കെട്ട്, ഈ 2 ലോക റെക്കോർഡുകൾ അബുദാബിയിലും റാസൽ ഖൈമയിലുമായി നടക്കുമ്പോൾ അതിനേക്കാൾ വമ്പൻ ആഘോഷമാണ് ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ നടക്കുന്നത്. ബുർജ് ഖലീഫയുടെ സ്വയം വിശേഷിപ്പിക്കുന്നത് യുഎഇ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് വലിയ വെടിക്കെട്ടെന്നാണ്. ഇനി അല്പസമയം കഴിയുമ്പോൾ ബുർജ് ഖലീഫയുടെ മുന്നിലൂടെയുള്ള ഗ്രാൻഡ് പരേഡ് ആരംഭിക്കും. ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലും പുതുവർഷ ആഘോഷത്തിലും ആദ്യമായാണ് ഒരു ഗ്രാൻഡ് പരേഡ് നടത്തുന്നത്. അത് ദുബായിയുടെ മൊത്തം ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചരിത്രം അണിനിരക്കുന്ന ഒരു പരേഡായിരിക്കും. അതേ സമയത്ത് തന്നെ ശരി. എന്തായാലും സുരേഷ് ആണ് അവിടുന്ന് ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ, റാസൽ ഖൈമയിൽ നിന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. യുഎഇയിലാകെ, പ്രത്യേകിച്ച് ദുബായിൽ എന്നാൽ ഒരു ആഘോഷത്തിന്റെ നാടാണ്. എല്ലാ ദിവസവും ആഘോഷത്തിന്റെ നാടാണ്. അപ്പോൾ ഇന്ന് അതിന് കൂടുതൽ ശബ്ദവും നിറവും പ്രകാശവും ഒക്കെ കലരുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരെയാണ്.